അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ തജ്വീദിലെ 1ാം പാഠമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫളായിലുത് തിലാവ, പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ. വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമന്മാർ. ആരെങ്കിലും ഖുർആൻ നന്നായി പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അവരാണ് ഏറ്റവും ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. ഖുർആൻ നന്നായി ഓതുന്നവർ, ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ വസിക്കും എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ അത് അന്ത്യനാളിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമുണ്ടായിരിക്കണം. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ, അസ്-സജ്ദ, യാസീൻ, അർ-റഹ്മാൻ, അൽ-വാഖിഅ, അൽ-മുൽക്ക്, അൽ-ഇഖ്ലാസ്, അൽ-മുഅവ്വിദതൈനി എന്നീ സൂറത്തുകളും ആയത്തുൽ കുർസിയ്യി, ആമനർ റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഇഹബര വിജയം അതിനാൽ നേടാനാവും. ഈ സൂറത്തുകളും ആയത്തുകളും നാം പതിവാക്കിയാൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നേടാനാവും. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. സൂറത്ത് മുൽക്കിനെ പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. നാം മുൽക്ക് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത് അന്ത്യനാളിൽ അള്ളാഹുവിനോട് നമ്മുടെ പാപം പൊറുക്കുന്നത് വരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അതിനാൽ സൂറത്തുൽ മുൽക്ക് പതിവാക്കുക. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ ഭാഗം ഇത്രയും മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.